ഫെവിക്വിക്കിന്റെ പരസ്യത്തിൽ നിങ്ങളൊരു മീൻ കണ്ടിട്ടുണ്ടാ? ആ മീനിന്റെ പോലെ ഇല്ല ഇതിനെ കാണാനായിട്ട്. ഈ മീനിന്റെ പേരാണ് ഫ്ലാണ്ടർ. ഫ്ലാണ്ടറും പിന്നെ ഉണക്കക്കൂണും അതിന് പിന്നെ നമ്മൾ യൂറോപ്യൻ സ്റ്റൈലിലും പിന്നെ നമ്മുടെ കേരള സ്റ്റൈലിൻ്റെ ഒരു പരീക്ഷണം കാന്താരി മാങ്ങയും ചേർത്തിട്ട് സെറ്റപ്പ് ആക്കി എടുക്കാൻ കേട്ടാ. അതാണ് ഇന്നത്തെ വീഡിയോ. പെട്ടെന്ന് വീട്ടിലേക്ക് പോവാം. റെഡി ബൂപ്പാ. കുളിക്കുമ്പോൾ നമ്മൾ പഠിക്കുക. കുളിക്കുന്ന സമയത്ത് ആദ്യം പറയുന്ന ഡയലോഗിനെ ആലോചിക്കും, പിന്നെ വണ്ടി ഓടിക്കുമ്പോൾ, പിന്നെ ഇവിടെ ഇപ്പൊ ഗോൾഡനോട് എന്താ പറയണെന്ന് വെച്ചാൽ നിങ്ങൾ എന്തെങ്ങനെയായിരുന്നു ചോദിക്കണേ. ഇപ്പോൾ ഇതിപ്പോൾ ഒരു കാര്യം ചെയ്യാൻ വരികയാണെന്ന് വെച്ചെങ്കിൽ ഇതിനെ കുറിച്ച് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഗോൾഡ് ഞാൻ വേറെ എന്തെങ്കിലും പരിപാടി കണ്ടുകൊണ്ടിരിക്കുകയെന്നാണ്. ഗോൾഡ് വന്ന് അമ്മോ രാവിലെ പഠിക്കുകയാണോന്ന് ചോദിക്കുന്നത്. പഠിക്കേണ്ട കാര്യം പറയാൻ പറ്റും പ്രശോഭേ. இந்த மீன் பார்த்துருக்குறாரோ உங்களுக்கு? சரியான மீൻ. നമ്മുടെ നാട്ടിൽ ഈ മീനിനെ എന്താ പേര് പറയുക? ഫ്ലാണ്ടർ എന്നാണ് കേട്ടോ. അത് എനിക്ക് തോന്നുന്നത് UK-ലും അമേരിക്കയിലും ഇതിൻ്റെ മറ്റേ ടർബോ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റേ വലിയൊരു സാധനം ഉണ്ട്. അതിൻ്റെ മിനിയേച്ചറാണ്. ന്യൂസിലാൻഡിൽ തന്നെ ഇത് 2 വെറൈറ്റിയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. യെല്ലോ ബെല്ലി ഫ്ലാണ്ടർ, അതായത് ഈ ഫ്ലാണ്ടറിൻ്റെ അടിയിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇതിൻ്റെ വയറ് മഞ്ഞ നിറത്തിലാണ്. ഇതിൻ്റെ മുകളിൽ ചെറിയ സ്കെയിൽസ് ഉണ്ട്. അത് ഞാൻ ഇന്നിപ്പോൾ ചുരണ്ടി കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ മീൻ മറ്റേ മീനുകളുടെ പോലെ എന്താ പറയുക, ഇങ്ങനെയല്ല പോവുക, ഇങ്ങനെ കിടന്നിട്ട് പോവുക. എനിക്ക് വേണം നങ്കും മാന്തളൊക്കെ ഈ മണലിൻ്റെ അടിയിലൊക്കെ രാത്രി ഇങ്ങനെ കിടന്ന് ഉറങ്ങണ മീനാണിത്. നമ്മൾ സാധാരണ പറ്റുവാണെങ്കിൽ ഒരു വീഡിയോ ചെയ്യാൻ നൈറ്റിൽ ഇത് ചെയ്യാൻ പറ്റുമോ, ഫ്ലാണ്ടറിങ് എന്ന് പറഞ്ഞിട്ട്. ഇതിൻ്റെ ചെന്നിട്ട് കുത്തി പിടിച്ചിട്ടാണ് ഈ മീനിനെ പിടിക്കുക. ഇതിൻ്റെ കണ്ണൊക്കെ കണ്ട മാന്തളിൻ്റെ പോലെ തന്നെ. മാന്തളിന് ഒരു കണ്ണുള്ളൂ എന്ന് തോന്നുന്നു. ഇങ്ങനെ മാന്തളിന് നിങ്ങൾ എന്താ പറയുക, നങ്ക് അല്ലേ? എന്തതിൻ്റെ നല്ല ഫാറ്റി ഫിഷാണ്. നിങ്ങൾ ആരെങ്കിലും കഴിച്ചു നോക്കിയിട്ടില്ലെങ്കിൽ കിട്ടുകയാണെങ്കിൽ മസ്റ്റ് ട്രൈ ചെയ്യേണ്ട സൂപ്പർ ഫിഷാണ് കേട്ടോ. നല്ല വിലയുണ്ട്. $10-29 ഏതാണ്ട് സാമണിൻ്റെ അത്ര തന്നെ വില വരുന്ന മീനാണ്. ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ നന്നാക്കൊന്നും വേണ്ട, നമുക്ക് മുഴുവനും തിന്നാം. ഇതിന് എന്താണ് നമ്മൾ ചെയ്യണേ? സിമ്പിൾ കുക്കിംഗ് പരിപാടിയാണ്. ഇതിൻ്റെ മുകളിൽ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ സ്കോർ ചെയ്യണു, ഒരു ലേശം ബട്ടർ ഇടണു, സോൾട്ട് പെപ്പർ ഇടണു, നേരെ ഗ്രില്ലിൻ്റെ മുകളിൽ വയ്ക്കണു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കഥ പറയാം. നമ്മുടെ ബൂംപാങ് നൈഫ് കണ്ടില്ലേ? ഈ നൈഫിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് മേടിക്കണമെങ്കിൽ ഇടാട്ടാ. ഞാൻ പറഞ്ഞ പോലെ തന്നെ പെയ്ഡ് പ്രൊമോഷൻ ഒന്നുമല്ല, പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം 5-6 തവണ എൻ്റെ കൈ മുറിഞ്ഞിട്ടുണ്ട് ഇതുകൊണ്ട്. കണ്ടപ്പോൾ ഈ സൈഡിൽ കട്ട് ചെയ്യണ്ട കേട്ടാ. ഈ സൈഡിൽ ബെല്ലിയൊക്കെ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഓക്കെ, ഇതേപോലെ മീനൊക്കെ സ്കോർ ചെയ്ത് കഴിഞ്ഞില്ലേ? ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതുപോലത്തെ ഒരു ട്രേ, അവൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു ട്രേ എടുത്തിട്ട് ഇങ്ങനെ വെക്കുക. അതിൻ്റെ മുകളിൽ എന്താ ചെയ്യേണ്ടത്? സോൾട്ട് പെപ്പർ ആദ്യമേ അതിലിടുക കേട്ടോ. ഒരു ബേക്കിംഗ് പേപ്പർ ഞാൻ താഴെ വെച്ചിട്ടുണ്ട്, ചിലപ്പോൾ അടി പിടിക്കും. ഇനി നമ്മുടെ മീനിനെ മീൻ പുറത്തേക്കാണ് നിൽക്കണം കേട്ടോ. 2 എണ്ണേ വെക്കുന്നുള്ളൂ ഇതിൽ. ഞാൻ കുറച്ചും കൂടി ഉപ്പ് മുകളിൽ. ഇനിയാണ് നമ്മുടെ മെയിൻ സാധനം. എന്താണ്? ബട്ടർ ഇതിൻ്റെ മുകളിൽ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക കേട്ടോ. നമുക്ക് ഈ ബട്ടർ പിന്നീട് സോസിന് ആവശ്യമുള്ളതാണ്. ഓക്കെ, അപ്പോൾ ബട്ടർ അലർജി ഉള്ളവരൊക്കെ കുരു പൊട്ടുണ്ടാവും, എനിക്കറിയാം. ബട്ടർ അലർജി ഉള്ളവർ ബട്ടർ കുറച്ചിട്ടാൽ മതി കേട്ടോ. എനിക്ക് അത്ര പേടിയില്ല ഇത്. ரொம்ப தயிரிச்சு பயங்கரமான கனியான பையன். பாருங்க இப்போ எப்படி இருக்குங்க பாருங்க. ഞാൻ റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഇത് ഉണ്ടാക്കുമ്പോൾ ഈ ഫ്ലാണ്ടർ എപ്പോഴും ഇങ്ങനെ ബാക്കി വരികയാണെന്ന് വെച്ചെങ്കിൽ ഞാൻ എല്ലാ ദിവസവും കുക്ക് ചെയ്ത് കഴിക്കുന്ന സാധനം. സാലമാൻഡറിലാണ് കേട്ടോ കുക്ക് ചെയ്യുക. സാലമാൻഡർ കണ്ടിട്ടില്ലേ നിങ്ങൾ? ഭയങ്കര ടെമ്പറേച്ചറാണ് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക ചെയ്യുക. സാലമാൻഡറിന് പകരം ഞാനിന്ന് ഓവൻ്റെ ഉള്ളിൽ കേട്ടോ 200 ഡിഗ്രി വേണം, എന്നാലേ മുകളിൽ ഒരു ലേശം കാരമലൈസ് ആയിട്ട് വരുള്ളൂ. മുകളിൽ നിന്നുള്ള ചൂടും അടിയിലത്തെ വെള്ളവും ബട്ടറിൻ്റെ ചൂടുകൊണ്ടാണ് ഇതിങ്ങനെ വെന്ത് വരിക. ഇങ്ങനെ കൊതിയേറ്റ് ഓക്കെ. ഇവിടെ പസങ്ങൾ ഭയങ്കരമാണ്. കലബളെ പോട്ടുങ്கிறாറ്. ഓക്കെ, നമ്മുടെ കണ്ടില്ലേ, ഗ്രില്ല് ചെയ്യാൻ നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും, ബേക്ക് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് അറിയാം. സിമ്പിൾ മീൻ എടുക്കുക, വെട്ടുക, മുറിക്കുക, കുറച്ച് ബട്ടർ ഇടുക, മസാല പറ്റി ഡോണ്ട് പുട്ട് ടു മച്ച് മസാല ഓൾവേസ് നോട്ട് ഗുഡ്. വി ബീൻ ഈറ്റിംഗ് മസാല ഫോർ ഇയേഴ്സ്. ഇനി എന്താ ചെയ്യണേ? ഞാൻ പറഞ്ഞില്ലേ, ഉണക്ക മഷ്റൂം, വൈൽഡ് മഷ്റൂം. ഞാൻ കഴിഞ്ഞ ദിവസം കോസ്കോയിൽ പോയപ്പോൾ നല്ല വൈൽഡ് മഷ്റൂം കിട്ടി. വൈൽഡ് മഷ്റൂം ഉണങ്ങിയത് ചീപ്പാണ് കേട്ടോ. അത് ഞാൻ ഇന്നലെ എടുത്തിട്ട് വെള്ളത്തിലിട്ടിട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് സോക്ക് ചെയ്യാനാണെച്ചെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതിനെ ചൂടുവെള്ളത്തിലിട്ടെടുക്കാം, ഇല്ലെങ്കിൽ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുക. അപ്പോൾ അതേ ഇതുപോലെ വരും. മഷ്റൂമും ഫ്ലാണ്ടറും നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. കളറും ടെക്സ്ചറും നല്ല വുഡിയൊക്കെ കിട്ടും. ഇപ്പം നിങ്ങൾക്ക് വേണമെച്ചെങ്കിൽ ഒന്നും കൂടി ഫൈൻ ചോപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ചിങ്ങനെ റസ്റ്റിക് ലുക്കാണ് ഇഷ്ടം. ഇനി ഞാനിതിൽ ചേർക്കാൻ പോകുന്നത് കുറച്ച് മക്കഡമിയ നട്ട്സ് ആണ്. അപ്പോൾ എന്താ ഉണ്ടാവുക? കുറച്ച് ക്രഞ്ചി, ഓയിലി, നട്ടി അല്ലേ, ആൽഫോലിനോലെനിക് ആസിഡിനൊക്കെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഒമേഗ 3യുടെ അനിയനായിട്ട് വരും. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഈ മക്കഡമിയ അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾക്ക് നട്ട്സ് അലർജി ഉണ്ടെങ്കിൽ അലർജി കേസിൽ മക്കഡമിയ ഏറ്റവും ലോവസ്റ്റ്, തീരെ അലർജി കുറഞ്ഞിട്ടുള്ള ഒരു നട്ടാണ് മക്കഡമിയ. ഒരുപാട് വേണ്ട നട്ടൊക്കെ കുറേശ്ശെ കഴിച്ചാൽ മതി. നമുക്ക് അല്ലെങ്കിൽ തന്നെ ഉള്ള നട്ട് കൂടുതലല്ലേ അല്ലേ? ഇപ്പോൾ പിന്നെ 2 നട്ട് കംപ്ലീറ്റ് നെറ്റ് ഔട്ട്. ശരിയാട്ടോ.
പിന്നെ 4 നട്ടുണ്ട്. എന്താ മാതിരി ആൾ എന്ത് പ്രശ്നമുണ്ട്. മഷ്റൂം ആൻഡ് ഗാർലിക് ഓൾവേസ് നൈസ്. സോ ലിറ്റിൽ ബിറ്റ് ഓഫ് ഗാർലിക്. മഷ്റൂമിന്റെ കൂട്ടത്തിൽ വേറെ അടിപൊളി സാധനല്ലേ, എന്താണ്? തൈം. അരുമാമയുടെ വീട്ടിൽ ഉമ്മക്ക് വേണ്ടി അരുമാമ കുറച്ച് തൈം എടുത്തു വെച്ചിട്ടുണ്ട്. സോ അതിനും കുറച്ച് റസ്റ്റിക് ലുക്ക് ആയിക്കോട്ടെ. ഓക്കെ, നല്ല തൈമി മണുണ്ട്. ഇനി എന്തായുണ്ട്? സോത്തേ സോത്തേ സോത്തേ. ബട്ടറിൽ നമുക്ക് സോത്തേ ചേട്ടാ. മഷ്റൂം ശരിയാവുന്ന സമയത്ത് നമ്മുടെ മീൻ ശരിയായിട്ടുണ്ട്. ഞാൻ ഓഫ് ചെയ്യാൻ പോവാണേ. ഇനി എന്താ, നമ്മുടെ മഷ്റൂമിൽ കുറച്ച് ഉപ്പ്, കുറച്ച് കുരുമുളക്, ഡൺ ആൻഡ് ഡസ്റ്റഡ്. നമ്മുടെ മീൻ നോക്കിയാ നല്ല ബട്ടറൊക്കെ ആയിട്ട് സെറ്റപ്പ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സോസ് ആക്കണ്ടേ? നമുക്ക് 2 സോസാണ് വേണ്ടത്. ഒന്ന് കാന്താരിയും മാങ്ങയുള്ള ഒരു സോസ്, ഒന്ന് നമ്മുടെ ഇവിടുത്തെ യൂറോപ്യൻ സോസ് കേട്ടോ. അപ്പൊ കാന്താരിക്കും മാങ്ങയ്ക്കുള്ള ഒരു തരി ബട്ടർ ഞാനിവിടെ ഒഴിച്ചു. മീനിന്റെ ചാറൊക്കെ ഉള്ളത് ബാക്കിയുള്ളതിന് ദേ ഇവിടെ ഒരു തരി ഒഴിച്ചു. ഇതാണ് നമ്മുടെ യൂറോപ്യൻ കേപ്പർ സോസ് കേട്ടാ. ഞാൻ ചുമ്മാ ഒരു ലെമൺ ബട്ടർ ക്രീം സോസ് ഉണ്ടാക്കാൻ പോവാണ്. ഒരു ലേശം ബട്ടർ ഇട്ടു, ഗാർലിക് ലേശം, കേപ്പേഴ്സ്, കുറച്ച് ഹൈ ഫയറിൽ വെക്കുക, ലൈം ജ്യൂസ്. ഇനി ഒന്ന് തിളക്കട്ടെ. വാൻ റെഡ്യൂസ് ആയി വരുമ്പോൾ ഒരു ലേശം ക്രീം. ഓ വാ, കേടിലാവാണ്ട് നോക്കിയോളോ. കേടിലാവണേക്കാളും തൊട്ട് മുന്നേ തന്നെ റെഡ്യൂസ് ആയ സമയത്ത് ഓഫ് ചെയ്തോളോ. എന്നിട്ട് കുറച്ച് സോൾട്ട് ആൻഡ് പെപ്പർ സീസണിങ് അറിഞ്ഞിട്ട്. ഓഹോ, മയിൽ കാന്താരി മാംഗോ ചട്നി. ഈ മയിൽ കാശും തന്നിട്ടില്ലേ. ഞാനും മയിലും തമ്മിൽ അലർജിയാന്ന് നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ, നല്ല എരിവുള്ള സാധനമാണ് കേട്ടോ. അപ്പോൾ ഈസി. നിങ്ങൾക്ക് നല്ല എരിവ് ഇഷ്ടമാണെങ്കിൽ ഓക്കെ, നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു സാധനമാണ്. വീട്ടിൽ ഇത് ഉണ്ടാക്കാറുണ്ടോ ആൾക്കാർ? ഞാൻ ആദ്യം എടുത്ത് കഴിക്കുന്നത്. അപ്പോൾ ഒന്ന് റെഡ്യൂസ് ചെയ്യാം. ഞാൻ കുറച്ചും കൂടി മീനിൻ്റെ ബാക്കിയുള്ള വെള്ളം ഒഴിക്കട്ടെ. മിക്കവാറും ഇപ്പോൾ മീലിക്ക് ചാടുന്ന തോന്നുന്നത്. ഇതിന് വെളുത്തുള്ളി വേണ്ട, അപ്പോൾ ടേസ്റ്റ് മാറില്ല. ഗോൾഡ് എന്താ നീ പറയുന്നത്? ഇനി നമ്മൾ കുറച്ച് ലൈം ജ്യൂസ്. നെക്സ്റ്റ് നമ്മൾ ക്രീമിന് പകരം ഇതിന് ഉപയോഗിക്കുന്നത് കോക്കനട്ട് ക്രീമാണ് കേട്ടോ. സൗത്ത് ഇന്ത്യൻ ആയിക്കോട്ടെ. എന്താ അഗെയിൻ ഇത് സ്പ്ലിറ്റ് ആവാതെ നോക്കണം കേട്ടോ. ഓക്കെ, ലുക്ക് അറ്റ് ദിസ് സോസ്. വാ, ഓ അടിപൊളി കേട്ടോ. ഞാൻ എന്തോ ഒരു കഴിവിക്കുണ്ടെന്ന് തോന്നുന്നു. സൗത്ത് ഇന്ത്യൻ അല്ലേ, അപ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ടേക്കാം അല്ലേ. ഇനിയിപ്പോൾ നിങ്ങൾ എന്താ വിചാരിക്കുക? നിങ്ങൾ സൗത്ത് ഇന്ത്യൻ ഉണ്ടാക്കിയപ്പോൾ എന്താ കറിവേപ്പില ഇടാഞ്ഞെന്ന് ചോദിക്കില്ലേ? ഡൺ ആൻഡ് ഡസ്റ്റഡ്, ടൈം ടു ഈറ്റ് നൗ. ദേ നമ്മുടെ മീൻ സെറ്റപ്പായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇരുന്നിട്ട് അവൻ കുറച്ച് ഡ്രൈ ആയിട്ടുണ്ട്. ഞാൻ പ്ലേറ്റ് കിട്ടെ. എന്താ നീ നോക്കിയാൽ ഉള്ള കാര്യം പറഞ്ഞു. ഇത് കണ്ടോ, ഇത് ഇതിൻ്റെ ഇടയിൽ നാടൻ കളിക്കാൻ പറ്റില്ലേ? പഴയ ജിംനേഷ്യം ഞാൻ. ആദ്യം നമുക്ക് നമ്മുടെ യൂറോപ്യൻ സ്റ്റൈൽ പടയ്ക്കാട്ടോ. ഓക്കെ, വളരെ ശ്രദ്ധിച്ചെടുക്കണം. ഇല്ല വെച്ചെങ്കിൽ കാരണം അയ്യോ പത്തോ. ഓ ഓ ഓ പ്ലേറ്റിൽ സ്ഥലമില്ല. ഒരു ഓവൽ ഷേപ്പ് പ്ലേറ്റ് മേടിക്കേണ്ടായിരുന്നു. വാല് പുറത്തേക്ക് കേട്ടോ, അതൊരു ഭംഗിയാണെങ്കിലോ അല്ലേ. ലുക്ക് അറ്റ് ദാറ്റ്. നൗ ടേൺ ടേൺ ടേൺ. ഇനി നമ്മുടെ സോസിൻ്റെ ടൈമാണ്. അതിനേക്കാൾ തൊട്ട് മുന്നേ നമ്മുടെ വീട്ടിൽ ഇഷ്ടംപടിയുള്ള സാധനം കണ്ടിട്ടില്ല ഞങ്ങൾ, ഫെനലിൻ്റെ കുറച്ച് നമുക്ക് ഓവാ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇടുക. ഓക്കെ, പെരുംജീരകത്തിൻ്റെ തണ്ട് നല്ല സോഫ്റ്റ് ആൻഡ് മൈൽഡ് ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ സോസ് നോക്കിയാ, ഈ സോസ് എങ്ങനെയാണോ അതിൻ്റെ മുകളിൽ വീണേ അങ്ങനെ തന്നെ വീണോ കേട്ടോ. നിങ്ങൾക്ക് അറിയാലോ. ഇതിൻ്റെ മുകളിലെ കേപ്പേഴ്സിനൊക്കെ എടുത്തിട്ട് ആഹാ എല്ലായിടത്തേക്കും വെക്കുക. ഓ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ മഷ്റൂമിനെ എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് മക്കാഡമിയ നട്ട്സ് ഒക്കെ ആയിട്ട് എല്ലോ ഒക്കെ അല്ലേ അധികം ഇട്ട് നശിപ്പിക്കേണ്ട. നമുക്ക് ഒരാൾക്കുള്ള പോർഷൻ എന്നുള്ള രീതിയിൽ ഇടാം. ഓക്കെ, എങ്ങനെയുണ്ട് പ്രസവേ? ഈസ് ഫ്ലാൻഡർ ലുക്സ് നൈസ്. നൈസ്. നൗ ടൈം ടു പുഷ് ഫ്ലാൻഡർ. ഇനി നമ്മുടെ ഇന്ത്യൻ മസാലയൊക്കെ ഇട്ടിട്ടുള്ളത്, ഇന്ത്യൻ മസാല അല്ല കേട്ടോ, കാന്താരിയും മാങ്ങയും കൂടിയിട്ടുള്ളത് കേട്ടോ. ഇതിന്റെ മുകളിലുള്ള ബാക്കി ബട്ടറൊക്കെ ഞാൻ ഇതിന്റെ മുകളിലേക്ക് ഒഴിച്ചു. ഹാഫ്ലി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചെങ്കിൽ നമ്മുടെ ഇന്ത്യൻ സോസ് അതും ഇങ്ങനെ ഇളക്കല്ലേ എന്ന് പറഞ്ഞാൽ ഇളക്കാനാന്ന് മനസ്സിലായിട്ടില്ലേ എന്ന് ചോദിക്കണ പോലെ ചോദിച്ചിട്ട് അതും ഇതിന്റെ മുകളിലേക്ക് ഒഴിക്കുക. ഇതൊക്കെയാ എങ്ങനെയുണ്ട്. ഇനി ഇതിന്റെ മുകളിലും കുറച്ച് വൈൽഡ് മഷ്റൂം. ഓക്കെ, ഡൺ. അപ്പോൾ ഇനി ഇന്ത്യൻ ഫ്ലേവറിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണോ നല്ലത്? ദേ ഇരിക്കുന്നു. ഓക്കെ, യൂറോപ്യൻ സ്റ്റൈലിൽ ഉണ്ടാക്കിയിട്ടുള്ള ഫ്ലാൻഡർ ആണോ നല്ലത് എന്ന് നമുക്ക് നോക്കട്ടെ. ഇതിൽ നമ്മൾ ഇന്ത്യൻ സ്റ്റൈലൊന്നുമല്ല, ഇത് കേരള സ്റ്റൈലിൽ മെയിനായിട്ട്. കേരള എന്ന് പറയാൻ കാരണം എനിക്ക് ഈ കോംബോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ എന്താ പറയുക, കാന്താരി മാംഗോ ചട്നി നല്ല ഫ്ലേവർ ആയിട്ടുണ്ട് ഇവർ ഈ സാധനം. ഓക്കെ, അപ്പം ഇന്ന് ആദ്യം ഞാൻ കഴിക്കണില്ല. എല്ലാവരും പറയണേ ഞാനാ കഴിച്ചത് പ്രശ്നം ഉണ്ടാക്കുന്നത്. നിങ്ങളാ കഴിക്കും. ടേസ്റ്റ് ചെയ്ത് നോക്ക്. ഈ കൈ കൊണ്ട് പിടിച്ചോ, അങ്ങനെ പിടിച്ചോ, നീ കഴിക്കോ. എല്ലാം കൈട്ടിളക്കിയിട്ട് തിന്നാൻ. ഓ ഓ ലുക്ക് അറ്റ് ദി ഇൻസൈഡ് നൈസ്. പുട്ട് ഇൻ ദ മൗത്ത് ബോയ്. എനിക്ക് തന്നെ ആദ്യം കഴിച്ചു. ഞാൻ മാറി കിട്ടി. ഇതൊന്ന് കഴിച്ചോട്ടെ. ആ കഴിക്കേ. സത്യത്തിൽ ചേട്ടൻ ആദ്യം കൊടുക്കണമെന്നല്ല, അല്ലെങ്കിൽ കൊതി ബാക്കിയുള്ള എന്നെ വയറും ചീത്തയാക്കും. ഗണപതിക്ക് കൊടുത്തിട്ട് എന്തും മോനെ രക്ഷയില്ല. ഇനി ഇതും കൂടി നോക്കിയിട്ട് പിന്നെ ബാക്കി എല്ലാവരും ഒരുമിച്ച് ഒറ്റ എടുക്കലെടുത്തിട്ട് പിന്നെ ടേസ്റ്റ് പറയാം.
ഇത് യൂറോപ്യൻ. ഇത് യൂറോപ്യൻ ക്രീം ലെമൺ ക്രീം സോസ് ലെമൺ ബട്ടർ സോസ്. എനിക്ക് യൂറോപ്യൻ ഇഷ്ടം. ഇഷ്ടപ്പെട്ടു. ആ പിന്നെ യൂറോപ്യൻ ഇഷ്ടം. എന്ത് ക്ലോസറ്റാ? ആ അമ്മ ആ വാടിക്കഷ്ണം എടുത്ത് മാറ്റിക്കുക, അണ്ണാക്കി കുത്തു ചെറുക്കും. ആ അടുത്തത് ഇന്ത്യൻ ക്ലോസറ്റ്. രണ്ടിന് ടേസ്റ്റ് സിമിലറാ. ആ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാ? ഇന്ത്യൻ. അപ്പൊ എന്റെ കോംബോ കാന്താരിയുടെ എരിവും മാങ്ങയുടെ പുളിയും. മാങ്ങ കറി, മാങ്ങ മീനും കറി. കൈ കൊണ്ട് പിടിച്ചോ മറ്റു പാറു. ഇപ്പൊ ചാറൂന്ന് വിളിച്ചായിരുന്നു. ഇതാ എനിക്ക് ബാക്കി വെച്ചോളട്ടാ. നീ ആദ്യം ഇതാണോ കഴിച്ചേ? ഓ എല്ലാവരും ടേസ്റ്റ്. ആ നൈസ്. പാറു അഭിപ്രായം ഒന്നും പറയില്ല, നിന്ന് മാട്ടുക. ഓ ബട്ടറിന്റെ നല്ല അല്ലേ. മഷ്റൂം എടുത്ത് നോക്കി. മഷ്റൂം ഇഷ്ടമല്ല? ആ എന്താ മനെ ഫോണിന് നല്ല അരവാണല്ലോ. ട്രക്കിന്റെ ബോൾട്ട് ഇറങ്ങിയാ കിടക്കുന്നത്. കാന്താരി സോസിന്റെ ഫ്ലേവറിന്റെ ഒരു ഭംഗി ഇതിന് തന്നെയാ. കാന്താരിയുടെ ലൈറ്റ് എരിവും മാങ്ങയുടെ ലൈറ്റ് പുളിയും. ഞാൻ ഇന്ന് ആദ്യമായിട്ട് ഉണ്ടാക്കിയതാ സോസ്. എന്റെ മനസ്സിൽ ഇന്ന് ഉച്ചക്ക് കിടക്കുന്ന സമയത്ത് ഓർമ്മ വന്നതാ. പടക്കും സോസ് തന്നെ എന്റെ ഹൈലൈറ്റ്. യോ അപ്പൊ ഇനി നമുക്ക് മറ്റേ ഒരു പുതിയ വെറൈറ്റി സോസ് കിട്ടുന്ന ഇറക്കിയല്ലോ. കിട്ടില്ല, സൂപ്പർ സാധനം. ഇതെന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റ് സോസ് ആണ്. നമ്മുടെ ടിപ്പിക്കൽ ഒരു ബട്ടറിന്റെ ആ ഒരു ബ്യൂട്ടി ആണ് സാധനം. പക്ഷേ ദിസ് വൺ ഈസ് പാറുവിന് എന്താ അഭിപ്രായം? എല്ലാവർക്കും ഇതാണ് എന്റെ കാൽക്കുലേഷൻ എവിടെയും തെറ്റില്ല കേട്ടോ. അവൻ വന്നവൻ. ഞാനിപ്പോ ഇവര് ഈ പറഞ്ഞ നിലയ്ക്ക് ഈ സോസ് അല്ലേ, ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാം നമുക്ക്. ഈ മീനിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഓവർ കുക്ക് ചെയ്യരുത്. ഇതിന്റെ ബാക്ക് നോക്കിയോട്ടാ. ഏത് മീനിന്റെ ബാക്കാ ഉദ്ദേശിച്ച്? ഇതിന്റെ ബാക്ക് എന്ന് പറഞ്ഞാൽ കണ്ട, നമ്മൾ ഈ മീൻ കുക്ക് ചെയ്യുമ്പോൾ ഒരിക്കലും ഓവർ കുക്ക് ചെയ്യരുത്. ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടിരിക്കണം. എന്താ കാരണം? നമ്മളിപ്പോൾ തമാശയ്ക്ക് പറയാറുണ്ട് കുറച്ച് വിറ്റാമിൻ കുറഞ്ഞാലും വേണ്ടിയില്ല, നല്ല രുചി ഉണ്ടായിക്കോട്ടെ എന്ന്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് മീനാണെങ്കിലും ഇറച്ചിയാണെങ്കിലും ഓവർ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോട്ടീനൊക്കെ ഒന്ന് പൂട്ടാം, കുറച്ചേ കിട്ടുള്ളൂ. omega-3 പോലുള്ള ഫാറ്റി ആസിഡ്സ് ഒക്കെ എന്താ ഉണ്ടാവുക വെച്ചാൽ ഓവറായിട്ട് കുക്ക് ചെയ്യുമ്പോൾ ബ്രേക്ക് ഡൗൺ ആയിട്ട് അതും നമുക്ക് കിട്ടില്ല. ബ്രേക്ക് ഡൗൺ ആവാൻ എന്താ കാറോ? അപ്പം മീൻ എപ്പോഴും നമ്മൾ ഈ വേറെ മീൻ എന്നിട്ട് എന്താ കാര്യമുള്ളത്? ഇതിൻ്റെ ഗുണം കിട്ടണം നമുക്ക്. അപ്പോൾ അതിനെ പെർഫെക്റ്റീവായിട്ട് കുക്ക് ചെയ്യണം. പെർഫെക്റ്റീവ് ഓവർ കുക്ക് ചെയ്തതൊന്നും കിട്ടില്ല. സോ you know there is a fine line between nicely cooked, less cooked, overcooked. Less cooked with the fish all good if it is fresh nice. Look ഈ ബാക്ക് ക്വസ്റ്റ്യൻ കണ്ടിട്ട് നല്ല അല്ല മറ്റേ ഇത്തിരി സോസ് വേണമെന്നല്ലോ. അതില്ല. ഓ മഷ്റൂം ഉണ്ടല്ലോ. മഷ്റൂം നല്ലല്ലേ? അടിപൊളിയാ. ഈ സോസ് അടിപൊളിയാട്ടോ. ഇത് സ്പാനിഷ് ആണോ? ഇതാ ഇഡിഷാ. ആ ഇത് ഫ്രഞ്ച് ക്ലാസിക് ലെമൺ ബട്ടർ സോസ് ലവല്ല ചെയ്യാം. ഞാൻ കുക്ക്ഡ് ഇതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ ലുക്ക് 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 ഓക്കെ. കൈ കളിക്ക് നശിപ്പിച്ചു വന്ന് ഗോൾഡ് അവിടെ നിന്ന് വിറയ്ക്കണൂന്ന്. പാറു പറയും ഇത് മുഴുവൻ തിന്നല്ലേ എക്കുമാണെന്ന്. ഇത് നോക്കിട്ടാ എനിക്ക് പറയാനുള്ളത് ദേ വേണ്ട, ഇവരെല്ലാരും കയറി പിടിച്ചു. അത്രയ്ക്കധികം ഇഷ്ടപ്പെട്ടു. അടിപൊളി മീനാണ്. അപ്പൊ പട്ടത്തി അതരച്ചിങ്ങില് ഈ മണ്ണിന്റെ അടിയിൽ പോണ മീൻ അല്ലെങ്കിൽ സോഫ്റ്റ് ഫിഷ്, ചെതമ്പലുള്ള മീനുകൾ, വലിയ വലിയ ചെതമ്പലുള്ള മീനുകൾ. ഇപ്പൊ നാട്ടിൽ എന്താ പറയാ, സ്നാപ്പർ, ചെമ്പല്ലി, മഞ്ഞക്കൂട്ടൻ. ഇല്ല ഇന്നതില്ല. എന്താ ഒരുപാട് മെസ്സപ്പ് ആക്കരുത്. വീണ്ടും വീണ്ടും ഊന്നി പറയാനുള്ള കാര്യം, ഫിഷിനെ എപ്പോഴും കുക്ക് ചെയ്യുമ്പോൾ എനിക്കറിയാം. ഇപ്പം നിങ്ങൾ പറയാം മീൻ ചീഞ്ഞതാണ് കിട്ടണ കിളവൊക്കെ എനിക്കറിയാം. എനിക്ക് നല്ല വിഷമമുണ്ട് നിങ്ങൾക്ക് നല്ല മീൻ കിട്ടാത്തതിൽ.
നിങ്ങൾക്കുണ്ടോ വിഷമം? ചേട്ടന് എനിക്കുള്ള വിഷമം ഒരു മരുന്നുണ്ട് അത്രേ. കൊച്ചിയിലുള്ളവർക്കൊക്കെ നല്ല മീൻ കിട്ടും. തൃശ്ശൂർ ഇടയ്ക്ക് ചാവക്കാട് എന്നൊക്കെ വന്നിട്ട് ഇടയ്ക്ക് കിട്ടാറുണ്ട്. തിരുവനന്തപുരം ഭാഗത്ത് നന്നായിട്ട് മീൻ കിട്ടുന്നതാണ്. കൊല്ലം നീണ്ടകര അവിടെയൊക്കെ നന്നായിട്ട് മീൻ കിട്ടും. ഫ്രഷ് കിട്ടുമെന്ന് നോക്കുക. ഫ്രഷ് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പം തന്നെ തുപ്പല ഒരു മീനിലേക്ക് പോയായിരുന്നു ഫ്രഷ് ആയിട്ട്. ന്യൂസിലാൻഡിൽ നല്ല മീൻ കിട്ടും. ന്യൂസിലാൻഡിൽ നല്ല മീൻ എപ്പോഴും കിട്ടും, നല്ല ബെസ്റ്റ് കിട്ടും. എപ്പോഴും മീൻ വേവിക്കുമ്പോൾ അതിൻ്റെ ആ ഡെലിക്കേറ്റ്നെസ് എല്ലാം റെഡി ആക്കിയിട്ട് കുക്ക് ചെയ്തോളൂ. അതാണ് എനിക്ക് പറയാം. അതുകൊണ്ടാണ് ഞാൻ ഈ മീൻ കൊണ്ടുവന്നത്. ട്രൈ ഡിഫറെൻറ്റ് സോസസ്, കോക്കനട്ട് ആൻഡ് എവറിത്തിങ്. ഓക്കെ, ആൻഡ് ഡു സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, അതാണ് ഇന്നത്തെ വീഡിയോ. പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകുന്ന പെട്ടെന്നല്ല അവസാനിപ്പിക്കാന്ന്. പെട്ടെന്ന് തന്നെ പണ്ടാരടങ്ങാനായിട്ട് നിർത്താം. ഓക്കെ, അപ്പോൾ ഇതുപോലെ സൂപ്പർ വീഡിയോ ആയിട്ട് അടുത്ത തവണ കാണാം. അതുവരെയും ബൈ ഫോർ നൗ. ബൈ ബൈ. പക്ഷെ മീൻ മൊരിച്ച് വറുത്ത് കഴിക്കണതാണ്. നിന്റെ വേറത്തില്ല ബോൾട്ട് അടിച്ച് ചെപ്പിച്ച്. അപ്പൊ ഇവൻ പറഞ്ഞത് ഓണയാട്ടോ, അവന് ഇഷ്ടപ്പെട്ടിട്ടില്ല. സോസ് ആണെങ്കിലും ജസ്റ്റ് ഒട്ടും ഓവർ ഫ്ലേവർ ഇല്ല, കറക്റ്റ് ആ ഫ്ലേവറിലാണ്. അപ്പൊ ഇത് ആദ്യം പറയുന്നില്ല, ഇപ്പൊ ക്യാമറ ഓഫ് ചെയ്തപ്പോഴാ പറയുന്നേ.